ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഒരു 3 ദിവസത്തെ ട്രിപ്പ് പോവുകയാണ്. വെയിൽസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 4 പേര് കൂടിയാണ് ട്രിപ്പിന് പോകുന്നത്. കാറിലാണ് പോകുന്നത്, ഓൺ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ 2 വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Welcome to our channel, Our Dreams and Diaries. ഫൈനലി ഞങ്ങളങ്ങനെ വെയിൽസിലെത്തി. ഏകദേശം നമ്മൾ 2.5 മണിക്കൂറോളം വണ്ടി ഓടിച്ചിട്ടാണ് എത്തിയത്. നമ്മളിവിടെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഒരു കാസിൽ കാണാനാണ് നമ്മൾ വരുന്നത്. കോൺവേ കാസിൽ കാണാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാസിലിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നോക്കട്ടെ. ഈ I-20യിലാണ് നമ്മൾ വന്നത്. ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം. വിപിൻ അത് ഡിസ്പ്ലേക്ക് വയ്ക്കുകയാണ്. നമ്മൾ കോൺവേ കാസിലിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സബ്വേ, അതൊക്കെ നല്ല സ്റ്റൈലായിട്ട് കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു സബ്വേ. നമ്മൾ ആ സബ്വേന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാസിലിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. ഒരു അടിപൊളി നിർമ്മിതി. നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ കോട്ടയുടെ ഒരു സൈഡാണ്. എനിക്കൊന്ന് ഇതിൻ്റെ ചുറ്റുമതിലായിരിക്കും. അടിപൊളിയായിട്ട് കരിങ്കല്ല് അടുക്കി വെച്ച് നല്ല പൊളിയായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ വെയിൽസിൻ്റെ പതാകയുണ്ട്. കോട്ടയുടെ മേലിൽ വെയിൽസിൻ്റെ പതാക പറക്കണ ഒരു പ്രത്യേക ലുക്കാണ്. നമ്മൾ ഈ വഴിയിലൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. അവിടെ നിന്ന് ഒരു മരത്തിൻ്റെ കോണി ഉണ്ടായിരുന്നു, ഒരു സ്റ്റെയർ. അത് കയറി ടോപ്പിലെത്തി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെയാണ് കാസിൽ ഉള്ളത്. കാസിലേക്ക് പോകുന്നതിൻ്റെ ഇവിടെ ഈ വീതി കുറഞ്ഞൊരു വഴിയുണ്ട്. ഈ സൈഡിൽ ടൗണും ഈ സൈഡിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നമ്മൾ ഇതിലൂടെ നടന്ന് ആ കാസിലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ചെറിയ വഴിയിലൂടെ നടന്ന് കാസിലേക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത് ഇതേപോലത്തെ ഒരു ചെറിയ പ്ലേസ് ഉണ്ട്. നമുക്ക് കയറി ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്നത്. നമ്മൾ ആ ഓവർ ബ്രിഡ്ജ് പോലെയുള്ള അതിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ കാസിലിൻ്റെ ഒരു വ്യൂ. കോൺവേ കാസിൽ നല്ല പ്രൗഢ ഗംഭീരമായിട്ട് നിൽക്കുന്നു. കാസിൽ ഭയങ്കര ഭംഗിയായിട്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു കടലാണ്, സൈഡിൽ ഒരു മല പോലെ. എന്നിട്ട് അതിവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കാസിൽ. അതിൻ്റെ മേലിൽ പാറി പറക്കുന്ന 2 വെയിൽസിൻ്റെ ദേശീയ പതാക. അടിപൊളി ലുക്ക്. ശരിക്കും കാസിലിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഇവിടെയാണ്. ഈ എൻട്രൻസിൻ്റെ പുറയിൽ കാസിൽ ഗാലറി എന്ന് പറയുന്ന ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം ഗിഫ്റ്റുകളും സുവനീഴ്സും ടീ കോഫിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് കാസിലിനകത്തേക്ക് പോകാനുള്ള. ഇത് കാസിലിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടുള്ള റോഡിലേക്കുള്ള ഒരു വ്യൂ ആണ്. അതിൻ്റെ ബാക്കിൽ നമുക്ക് കടലിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഇതേപോലെ ഒരു കാസിലിൻ്റെ തന്നെയായിട്ടൊരു ചെറിയ ഷോപ്പുണ്ട്, ഒരു ഗിഫ്റ്റ് ഷോപ്പ്. ഇവിടെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കയറണം. ആ ടിക്കറ്റെല്ലാം അവരെ കാണിച്ചു കൊടുത്തതിന് ശേഷം വരുമ്പോൾ നമുക്ക് കാണുന്നത് ഈ കോട്ടയുടെ ഒരു സൈഡിലെ വ്യൂ ആണ്. ഒരു ചെറിയൊരു മരത്തിൻ്റെ ബ്രിഡ്ജുണ്ട്. ഇതിങ്ങാണ്ട്
കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാസിലേക്ക് നേരെ കയറാൻ പറ്റും. അടിപൊളിയായിട്ടാണ്, ഒരു ഭയങ്കര രാജപ്രൗഢി ഫീൽ ചെയ്യുന്ന രീതിയിൽ അടിപൊളി ഒരു കോട്ട. കാസിലിനകത്തേക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുന്നിരുന്ന് കയറേണ്ടതായിട്ട് വരികയായിരിക്കും അല്ലേ. ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ഇവർ മിസൈൽ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോളുകളെല്ലാം ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാസിലിൻ്റെ മുകളിൽ കയറിയിട്ട് ഉള്ള ഈ നഗരത്തിൻ്റെ ഒരു ഭംഗി ഭയങ്കര കേട്ടോ. ഇതൊരു കാസിലിൻ്റെ ഒരു മാപ്പാണ്. ഈ ഭാഗത്താണ് കാസിൽ നിൽക്കുന്നത്. ഇതുപോലത്തെ ഒരു മതിലിൻ്റെ മേലിലൂടെ നടന്നാണ് നമ്മൾ വന്നത്. കുറച്ച് ഭാഗം ഈ മതിലിങ്ങനെ ഈ കടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ ഒരു പട്ടണമാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ബിൽഡിംഗ് എല്ലാം ഈ പറയുന്ന കോട്ടയുടെ മതിലിനകത്താണ്. ഒരു അടിപൊളി കൺസ്ട്രക്ഷൻ. കോട്ടയുടെ സൈഡിലൂടെ തന്നെയുള്ള ഒരു റോഡാണ് ഈ കാണുന്നത്. മിക്കവാറും ഇത് പണ്ടത്തെ കിടങ്ങുകൾ പോലത്തെ സ്ഥലങ്ങളായിരിക്കും, ഈ വെള്ളം കയറ്റാനോ അല്ലെങ്കിൽ തീയിടാനൊക്കെ വേണ്ടി കോട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊരു റോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റെഡിച്ചിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ നേരെ വെയിൽസിൽ വന്നിട്ട് ആദ്യം വരുന്നത് കാസിലേക്കാണ്. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ റൂമിലേക്ക് പോകാതെ നമ്മൾ നേരെ കാസിലേക്കാണ് വന്നത്. നമ്മൾ കാസിലിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ വെച്ചാലും ഭയങ്കര ഭംഗിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാസിൽ. ആ കോട്ടയുടെ അകത്ത് കയറിയിട്ട് നമ്മൾ വീണ്ടും താഴത്തേക്ക് ഒരു വഴി, അവിടെ എന്താണ് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. ഇതൊരു സെല്ലാർ ബിലോ ഹാളാണിത്. വൈനൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരുന്ന ഈ സാധനത്തിന് എന്നാ പറയണത് ഇതിന്? അതെ, വൈനൊക്കെ ഇട്ട് വയ്ക്കുന്ന ബാരൽ. Mae o wedi ei ynysu a'i amgylchynu gan ei elynion. Tu allan, mae Madog ap Llywelyn a'i filwyr. Mae Madog... ഇവിടേക്ക് നമ്മൾ വൈൻ ബാരലിൽ സ്പീക്കർ ഉണ്ട്, അപ്പോൾ നമ്മൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി പറയും. ഇവിടെ ഗ്രേറ്റ് ഹാൾ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു ഹാള് പോലും ഒന്നും കാണുന്നില്ല. നമ്മളെ ഗ്രേറ്റ് ഹാൾ എന്ന് എഴുതിക്കണതിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വൈൻ ബാരലൊക്കെ ഇരിക്കുന്നത് കാണാം. നമ്മളവിടെ പോയായിരുന്നു നേരത്തെ. ഇവിടെ ഒരു ചെറിയ വിൻഡോ ഉണ്ട്, ഇതിലൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടൽ കാണാം. ഭയങ്കര കാറ്റാണല്ലോ, നോക്കി എന്തൊരു കാറ്റാ, ആർക്കും മുടിയൊക്കെ പറക്കണുണ്ട്. ഇതൊരു കിണറാണ്, 91 അടി ആഴമുള്ള ഒരു കിണർ. ഇത് കാസിലിനകത്തുണ്ട്. ഇതാണ് കിങ്സ് ചേംബർ എന്ന് പറയുന്നത്. ഇത് കിങ്സ് ഹാളാണല്ലേ? അതെ, അത് വ്യൂ പോയിന്റ്. അത് കിങ്സ് ഹാൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ സ്ഥലമല്ലേ, ഒട്ടുമില്ല. പക്ഷെ ഇതെന്താണെന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സൗകര്യങ്ങളല്ലല്ലോ വേണ്ടത്, സുരക്ഷിതത്വമാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഈ ഹോളൊക്കെ ചെറുതായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇത് പണിത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 11ാമത്തെ അല്ലെങ്കിൽ 12ാമത്തെ സെഞ്ചുറിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കോട്ടയാണ്. ഇതാണ് രാജാവിൻ്റെ ചേംബർ എന്ന് പറയുന്നത്. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കിങ്സ് ചേംബറിന്. ഇത് കോട്ടയിൽ നിന്നുള്ള വേറൊരു വ്യൂ ആണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. അവിടെ കുറേ പ്രാവുകൾ, ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക്, അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന 3 മരഭൂതങ്ങൾ. ഇവിടെ ഭയങ്കര കാറ്റാണ്, പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ട്രേറ്റ് ടു വാൾ വാക്ക്. നമുക്ക് തന്നെ മേലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണിത്. നമ്മൾ നടന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു പ്രെയർ ഹാള് കൊള്ളാം. ഇതൊരു അൾത്താര പോലെയൊക്കെ ഉണ്ടാക്കി പള്ളിയുടെ അകം പോലെ തന്നെ ഫീൽ ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് ആ ചാപ്പലിനകത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. കണ്ടോ, ഇവിടെ വന്ന് ഇരിക്കുക, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലും റോഡും വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അടുത്തൊരു സ്പൈറൽ സ്റ്റെയർ ഉണ്ട്, നമ്മളത് കയറി മേളിലോട്ട് പോവാണ്. എന്താ അങ്ങോട്ട് പോകണേ? അവിടെ തന്നെ അത്രേ ഉള്ളൂ. സ്റ്റെയർ കയറി മേളിലോട്ട് പോവാണ്. ഇവിടെ എന്നാ ഇതിന് നേരെ താഴത്തേക്ക് പോവാം അല്ലേ? ഇവിടുന്ന് ഇതൊരു വ്യൂ പോയിന്റ്. ഇവിടുന്ന് നമ്മൾ വല്ല ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതിലൂടെ ഇറങ്ങിപ്പോകും. കണ്ടത് പണ്ട് നമ്മുടെ ഒരു ലിഫ്റ്റിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് പോലെ നേരെ താഴത്തേക്ക് പോയത്.
ആ സ്പൈറൽ സ്റ്റെയർ നമ്മൾ പകുതി കയറിയിട്ടാണ് അവിടെ ആ വ്യൂ പോയിന്റിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ആ സ്പൈറൽ ടോട്ടൽ കയറി മുകളിലെത്തി. ഇനിയുണ്ട് മേലോട്ട്. മേളിലെത്തിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ പകുതി കയറിയിട്ടുള്ളൂ. ഹായ്, അടിപൊളി വ്യൂ. നമ്മളങ്ങനെ ടവറിൻ്റെ മേലെ കയറി. എന്തൊരു വ്യൂ ആണ് അതിൻ്റെ മേളിൽ. നമ്മൾ ആ സ്റ്റെയർ കയറി മേളിലെത്തുമ്പോൾ ഇത് കണ്ടോ, ഇത് ഓരോപോലത്തെ ഓരോ ടവറിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടോ. അതേപോലെ അടുത്തൊരു ടവറിൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആ ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. നിറയെ വീടുകളൊക്കെ, അതിനപ്പുറത്തേക്ക് കടൽ, ചെറിയ ചെറിയ ബോട്ടുകൾ ഒരുപാടെണ്ണം. ഇതാണ് ഈ കാസിലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മൾ നടന്ന വഴികളാണ്. അതിൻ്റെ ഓരോ സ്ഥലത്തുള്ള ഓരോ റൂമുകളാണ്. പ്രയർ റൂം, അതുപോലെ വൈൻ ഹാള്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിന് ഉള്ളിലായിട്ട്. നല്ല അടിപൊളിയായിട്ടാണ്, അങ്ങനെ ഇഷ്ടപ്പെട്ടു. നല്ല നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കണ്ട് 2 കാസിലിൻ്റെയൊക്കെ ടോപ്പിലുള്ള പോലത്തെ 2 സ്തൂപങ്ങൾ വെച്ചിട്ടാണ്, അതിൽ നിന്നാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറം ഒരു വലിയ ബ്രിഡ്ജുണ്ട്. അതിനോട് ചേർന്ന് ഒരു ക്ലോസ്ഡ് റെയിൽവേ ഉണ്ട്. നമുക്ക് ഈ ടോപ്പിൽ കാണുന്ന ഇതിൻ്റെ മേലെ വരെ കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്, ഈ മതിലിൻ്റെ മേലിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും നടന്ന് നമുക്ക് ഈ കോട്ടയുടെ ഭംഗി ആസ്വദിക്കാവുന്നതാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം യോദ്ധാക്കളുടെ പടച്ചട്ടയും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകം. അങ്ങനെ നമ്മൾ കാസിൽ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ 2-3 സുവനീർ മേടിച്ചു. ഒരു UK മെയ്ഡ് കപ്പലിൻ്റെ മിഠായി മേടിച്ചു. ഇനി നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ പിന്നെ നടക്കാമെന്ന് തീരുമാനിച്ചു. സ്ട്രീറ്റിലേക്ക് ഇറങ്ങുവാണ്. UK മെയ്ഡ് കപ്പലിൻ്റെ മിഠായി. കോൺവേ കാസിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ തെരുവിലൂടെ നടക്കുകയാണ്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകൾ, നല്ല രസമുണ്ട് കേട്ടോ ഈ തെരുവുകൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഹൈ സ്ട്രീറ്റിലൂടെ ഒക്കെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഒരു ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പിൽ കയറി. നിഷ ഫിഷ് ആൻഡ് പീസ്, ഞാൻ ഫിഷ് ആൻഡ് ചിപ്സ്, അഞ്ജന ഫിഷ് ആൻഡ് ചിപ്സ്, വിപിൻ പൈ എന്ന് ചോദിച്ചാൽ ക്രാവിൻ്റെ ഇറച്ചിയാന്ന് കണ്ടത് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക്, ആ കടലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പയ്യനെ നടക്കുകയാണ്. കാസിലിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പും ഈ തെരുവും ഈ കടലിൻ്റെ ഭാഗമൊക്കെ ഉള്ളത്. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല കാറ്റും നല്ല തണുപ്പാണ് ഉള്ളത്. ഈ കടലിനോട് ചേർന്നിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഷോപ്സും ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പും ഒക്കെ ഉണ്ട്. ആളുകളൊക്കെ ബിയറൊക്കെ അടിച്ച് ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഈ തെരുവിലിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് വെയിലൊക്കെ കൊണ്ട് ബിയറൊക്കെ കഴിച്ച് നല്ല ഹാപ്പി മൂഡിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേട്ടനെ ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി എല്ലാവരും സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ കയറിയ കോട്ടയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ആ കോട്ടയുടെ മതിൽ ഈ പട്ടണത്തിൻ്റെ പുറകിലൂടെ ചുറ്റി ഇതാ ഇവിടം വരെ വരും. നമ്മളെ കടലിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നല്ല വെയിലുണ്ട്, ഒപ്പം കാറ്റും തണുപ്പും. എന്തെങ്കിലും കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയ്ഡ്സ് എന്തെങ്കിലും വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഭയങ്കര തണുപ്പും കാറ്റുമാണ്. ഇതുണ്ടോ നല്ല വലുപ്പമുള്ളൊരു നങ്കൂരം. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ശരിക്കും കടൽ കാണാം. പക്ഷെ എവിടെ നിന്നിട്ടും നമ്മുടെ ഈ കാസിലാണ് എന്നെ ഭംഗിയാന്ന് അറിയും. വിൻഡോസിലൊക്കെ കാണുന്ന പോലത്തെ പടം പോലെ, നമ്മൾ വരച്ചൊക്കെ വെച്ചേക്കണം പടം പോലെ. എന്തൊരു ഭംഗിയത് കാണാനായിട്ട്. നമ്മൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ, സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. ഇത് 200 വർഷങ്ങൾക്ക് മുമ്പ് പണിതൊരു പാലാട്ടോ. ചിലപ്പോൾ പണ്ട് ഗതാഗതത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നിരിക്കും. ഇപ്പം ഇതിൻ്റെ സൈഡിൽ ഒരു പുതിയ കോൺക്രീറ്റ്, അത് കോൺക്രീറ്റ് നിന്നത് ഒരു അയൺ ബ്രിഡ്ജും
ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു റെയിൽവേ ബ്രിഡ്ജും ഉണ്ട്. അങ്ങനെ ഈ കോൺവേ കാസിലിൻ്റെ 4 പാടും ചുറ്റും പുറവും നടന്ന് ഇത് കണ്ടതിന് ശേഷം നമ്മൾ ഈ സ്ഥലത്തിനോടും ഈ കോൺവേ കാസിലിനോടും വിട പറയുകയാണ്. കോൺവേ കാസിലിൽ നിന്ന് നമ്മൾ നേരെ ട്രാവലോജിലേക്ക് വന്നത്. ഒരു 10 മിനിറ്റ് ജേർണി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്നിട്ട് ഒരു കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വൈകിട്ട് 5:30 ആയപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ നോയിലാണ്. ലണ്ടൻ നോ പിയർ കാണാൻ വന്നതാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്. കുറച്ച് നേരം ഹോട്ടലിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഇവിടെ എത്തി. ഇതുണ്ട്, കടലിനോട് ചേർന്ന് തന്നെ കുറേ പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പകലൊക്കെ ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഒട്ടും തിരക്കില്ല. കടലിലേക്ക് ഇറങ്ങി കുറേ കാറ്റാടി മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് അങ്ങ് ദൂരെ ആ വൈറ്റ് കളറിൽ പോസ്റ്റ് പോലെ നിൽക്കുന്നതെല്ലാം കാറ്റാടി മരങ്ങളാണ്. കടലിലേക്ക് ഇറങ്ങിയുള്ള കാറ്റാടി മരങ്ങളാണ്. അഞ്ജനയുടെ പൊരിഞ്ഞ പോരാട്ടാണ്. അഞ്ജന പൊരിഞ്ഞ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മടുത്തിട്ടില്ല. ആദ്യത്തെ ഗെയിമിന്റെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ തവണ കൂട്ടിന് നിഷയുണ്ട്. ഇവർ രണ്ടുപേരും ട്രാക്കിൽ കയറിയല്ലോ. അവിടെ പറപ്പിച്ചു വിട് പാപ്പ, ചാവിട്ട് വിട്. കാറിടിച്ച് പപ്പടം പരുവാക്കിയിട്ട് ഇനി അടുത്ത ഗെയിമിന് വന്നേക്കുവാണ്. ബോളർ ചെയ്ത് ജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു കളിക്ക് ഇറങ്ങി തിരിച്ചേക്കുവാണ്. ഗ്യാസിനോയിൽ കൊണ്ടുപോയി കുറച്ച് കാശൊക്കെ കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബീച്ചിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം നല്ല ഹോട്ടൽസാണ്. അതെ, ബീച്ച് വ്യൂ ഹോട്ടൽസാണ്. അതിൻ്റെ അങ്ങേ എൻഡിൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് താമസിക്കാനുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു മറ്റേ സൈഡ് ഇവിടുത്തെ വീടുകളുണ്ട്. നല്ല രസമാണ്, ഭയങ്കര ഭംഗിയാണ്. അതിന് അങ്ങോട്ടേക്ക് ആ ജെയിൻ വീലൊക്കെ കാണുന്ന അങ്ങോട്ടേക്ക് മൊത്തം പ്ലേ സ്റ്റേഷനൊക്കെയാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ സമയം 8 മണിയായി, പക്ഷെ നല്ല വെളിച്ചമുണ്ട്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ കണ്ടോ നല്ല ഉരുളൻ കല്ലുകൾ. ബീച്ചിങ്ങനെ നല്ല നീല ആകാശത്തിന് താഴെ നല്ല വ്യൂ ആണ്. ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്റ്റാർട്ടർ ടെമ്പൂര കിങ് പ്രോൺസ്, ഇത് ടൊമീൻസു, പിന്നെ കോപ്പ ബർഗർ, ഇത് കോപ്പ ബർഗർ, ഇത് ചൈനീസ് ബിയർ, ആപ്പിൾ ജ്യൂസ്, ചിക്കൻ ആൻഡ് എഗ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. കഴിക്കാൻ പറ്റും. Put this two away, yeah? Is that okay?
ഇതായിരുന്നു വെയിൽസിലെ ഞങ്ങളുടെ 1ാമത്തെ ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.